ഇപ്പോൾ പിന്നോക്ക നിലവാരത്തിലുള്ള മെഡിക്കൽ കോളേജുകൾ കാസർഗോഡും ഇടുക്കിയും ഒക്കെ. അപ്പോൾ അതിനെ വിപുലീകരിക്കാനുള്ള സംവിധാനങ്ങൾ, അതിനു വേണ്ടിയിട്ട് പ്രത്യേക തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പണം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട ചില അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു തരത്തിൽ ഇപ്പോൾ സ്വർണ്ണ വിനിമയ കേന്ദ്രങ്ങൾ, ഇപ്പോൾ ഗോൾഡ് ഹബ് തൃശ്ശൂരിനെയും കൂടെ ഗോൾഡ് കോറിഡോറായി മാറ്റുന്നു. അതിനൊപ്പം തന്നെ പെരുമ്പാവൂർ പ്ലൈവുഡിൻ്റെയൊക്കെ മേഖല ഫർണിച്ചർ ഹബ്ബാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അത് ആ മേഖല കേന്ദ്രീകരിച്ച് അവിടെ എന്താണോ പ്രാധാന്യമുള്ള വ്യവസായം അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് ഒരു പക്ഷേ ആ മേഖല കൂടി അറിയുന്നതുകൊണ്ടായിരിക്കും. അതിൽ നിന്ന് മനസ്സിലാകുന്ന അഭിലാഷ്, ഇപ്പോൾ ഇത് ചില നികുതി ഘടകങ്ങൾ നികുതി നിർദ്ദേശത്തിലൂടെ എല്ലാ ബജറ്റിലും ഉള്ളതുപോലെ തന്നെ കോഴിക്കോട് തിരുവനന്തപുരം ലൈറ്റ് മെട്രോ ഇത്തവണ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 20 കോടി അത് നടപ്പാക്കും എന്ന് തന്നെയാണ് വി.ഡി. സതീശൻ ഈ ബജറ്റിൽ പറഞ്ഞത്. നടപ്പാക്കിയാൽ കൊള്ളാം. അത് എല്ലാ ബജറ്റിലും കേൾക്കുന്ന ഒരു സ്ഥിരം നികുതി നിർദ്ദേശങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി കൊടുത്ത ഒരു അഭിമുഖത്തിൽ ധനസമാഹരണ മാർഗങ്ങളെക്കുറിച്ചും നികുതി പിരിവിനെക്കുറിച്ചും വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്വർണ്ണത്തിന്റെ നികുതിയിൽ വലിയ നഷ്ടം സംസ്ഥാനം നേരിടുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. IGST കളക്ഷനുമായി ബന്ധപ്പെട്ട് വലിയ നഷ്ടം നേരിടുന്നു എന്ന് പറയുന്നുണ്ട്. നികുതി കുടിശ്ശിക പിടിച്ചെടുത്താൽ മാത്രം 25,000 കോടി രൂപ അധികമായി ഖജനാവിലേക്ക് വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ധനസമാഹരണ മാർഗത്തെക്കുറിച്ച് വളരെ വിശദമായി മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വഴിക്കുള്ള നീക്കങ്ങൾ, അതായത് കേരളത്തിന്റെ ഖജനാവിലേക്ക് വരേണ്ട പണം കൃത്യമായി കേരളത്തിന്റെ ഖജനാവിലേക്ക് കൊണ്ടുവരാനുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ബജറ്റിലുള്ളത്? അതിലാണ് കൂടുതൽ, അതായത് നികുതി നിർദ്ദേശങ്ങളായി നമ്മൾ നേരത്തെ പറഞ്ഞ ചില പരിഷ്കാരങ്ങളാണ് പ്രധാനമായും വന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ മുകളിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഈ രീതിയിൽ ഇപ്പോൾ നേരത്തെ അഭിലാഷ് പറഞ്ഞ സ്വർണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അപ്പോഴും ഈ ചില ഇപ്പോൾ GSTയുമായി ബന്ധപ്പെട്ട കുടിശ്ശികയുടെ കാര്യത്തിലാണെങ്കിലൊക്കെ ചില ഇടപെടലുകൾ സർക്കാരിന് നടത്തേണ്ടി വരും. ഞാൻ മനസ്സിലാക്കുന്ന ഇത്തരം വികസന ചില പദ്ധതികളിലൂടെ ഇപ്പോൾ ഗോൾഡ് ഇക്കണോമിക് കോറിഡോർ പോലെ അല്ലെങ്കിൽ ഇത്തരം ഈ പുതിയ വികസന അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് അതിലൂടെ വരുമാനം കണ്ടെത്താവുന്നതാണ്. അപ്പോഴും സർക്കാർ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പ്ലാൻ സൈസ് അല്ലെങ്കിൽ ഈ അടങ്കൽ തുക കുറച്ചിട്ടുണ്ട്. 30,000 കോടിയിൽ നിന്ന് അത് 30,000 കോടിയായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിലവിൽ കണക്ക് കൂട്ടുന്ന വരുമാനം വെച്ച് മുന്നോട്ട് പോവുക പ്രയാസമാണെന്ന് മനസ്സിലാക്കി തന്നെയാണ്. അപ്പോൾ ഏത് രീതിയിലൊക്കെയാണ് ഇനി ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പദ്ധതികൾക്ക് പണം കണ്ടെത്തുന്നതെന്ന് മുഖ്യമന്ത്രി കുറച്ചുകൂടി കാര്യമായി തന്നെ വിശദീകരിക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഞാൻ വരാം പ്രശാന്തിലേക്കും ആനന്ദനിലേക്കും. കേരള ബജറ്റിന്റെ ആകെ തുക എന്ന് പറയുന്നത് ഒരു സമുദ്ര എക്കോണമിയായി, ഒരു പോർട്ട് സിറ്റിയായി കേരളത്തെ മാറ്റുക, മാരിടൈം എക്കോണമിയായി കേരളത്തെ വളർത്തുക എന്നുള്ളതാണ്. വരുന്ന 5 വർഷം കൊണ്ട് മിഷൻ സമുദ്രയ്ക്ക് 400 കോടിയാണ് ഇപ്പോൾ നീക്കിവെച്ചിരിക്കുന്നത്. കേരളത്തിലെ പോർട്ടുകളെല്ലാം സംയോജിപ്പിച്ചും ജലഗതാഗത മാർഗങ്ങൾ നവീകരിച്ചും കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുക, ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക, മാരിടൈം മ്യൂസിയം സ്ഥാപിക്കുക, സതേൺ കേരള എക്കണോമിക് കോറിഡോർ ആൻഡ് റയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ സ്ഥാപിക്കുക തുടങ്ങിയ നിരവധി നൂതനമായ നിർദ്ദേശങ്ങളുണ്ട്. അതേസമയം തന്നെ പുതിയ കടുത്ത നികുതി നിർദ്ദേശങ്ങൾ ഇല്ല താനും.